അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹു നമ്മുടെ ഇരുത്തം നാളെ മരണപ്പെട്ട് അവൻ്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായി വിധി പറയുന്ന നിമിഷങ്ങളിൽ എഴുതി ചേർക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ സൂറ വാഖിയ 82 ആയത്തുകളാണ് ഇതുവരെ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സോടുകൂടി നമ്മൾ സൂറ വാഖിയ പൂർത്തീകരിക്കും. ഇതുവരെ നമ്മൾ പഠിച്ചത് ഒന്ന് ഈ സൂറത്ത് തുടങ്ങുന്നത് ഖിയാമത്ത് നാളിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. എന്ന് വെച്ചാൽ ലോക അവസാനത്തെക്കുറിച്ച് പറയുന്നു. പിന്നെ അതിനുശേഷം മനുഷ്യരെന്താവുന്നു, 3 വിഭാഗങ്ങളാവുന്നു. എന്നിട്ട് സ്വർഗത്തെക്കുറിച്ച് ധാരാളം വർണ്ണിച്ചു, നരകത്തെക്കുറിച്ച് വിവരിച്ചു. അതിനുശേഷം ഉള്ള ആയത്തുകൾ മുന്നേ പറഞ്ഞ കാര്യങ്ങളുടെ യുക്തിയാണ് പറയുന്നത്. ആഖിറത്തും അള്ളാഹു ഉണ്ട് എന്നതിൻ്റെ തെളിവായിട്ട് സൃഷ്ടിപ്പുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. രണ്ടാമത് ഖുർആൻ ദൈവികമാണ് എന്നതിൻ്റെ തെളിവ് എന്ത് ചെയ്തു പഠിച്ചു. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അടുത്ത ആയത്തിൽ അവസാനത്തെ ആയത്തുകളിൽ മറ്റൊരു യുക്തിയാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ സ്വർഗമുണ്ട്, നരകമുണ്ട്, പിന്നെ അള്ളാഹു ഉണ്ട് എന്നതിനൊക്കെ പറയുന്നതിന് അള്ളാഹ് മുന്നോട്ട് വെക്കുന്ന മറ്റൊരു യുക്തിയാണ് അള്ളാഹു പറയുന്നത്. ആയത്ത് കടന്നിട്ട് നമുക്ക് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോവാം. 83-ാമത്തെ ആയത്തിൽ ഫലൗല ഇദാ ബലഗത്തിൽ ഹുൽഖൂം. ബലഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തുക എന്നാണ് അർത്ഥം. ഇപ്പോൾ തബ്ലീഗ് എന്നൊക്കെ പറയുന്നത് അതിൽ നിന്നാണ് വരുന്നത്. ബലഗ എന്ന് പറഞ്ഞാൽ എത്തിക്കുക അല്ലെങ്കിൽ എത്തുക എന്നാണ് അർത്ഥം. ഹുൽഖൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ട. അപ്പോൾ ഫലൗല എന്തുകൊണ്ടാണ്, ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ബലഗത്തിൽ ഇതാ ബലഗത്തിൽ ഹുൽഖൂം, അത് തൊണ്ടക്കുഴയിൽ എത്തുമ്പോൾ എന്നാണ് ആയത്തിൻ്റെ നേർക്കങ്ങനെയുള്ള അർത്ഥം. എന്തുകൊണ്ടാണ് അത് തൊണ്ടക്കുഴിയിൽ എത്തുമ്പോൾ? ഈ അത് എന്നുള്ളത് ജീവനെ കുറിച്ചാണ് പറയുന്നത്, മരണത്തെക്കുറിച്ച് അവിടെ പറയുന്നത്. ജീവൻ തൊണ്ടക്കുഴിയിൽ എത്തുമ്പോൾ എന്തുകൊണ്ടാണ്? അപ്പം അതിൻ്റെ കണ്ടിന്യൂഷൻ 84-ാമത്തെ ആയത്തിൽ അൻതും ഹീന ഇതിൻ തൻദുറൂൻ, നിങ്ങൾ അന്നേരം അത് നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം മരണസന്ദർഭത്തിൽ നമ്മുടെ ഉറ്റ ഒരാൾ അല്ലെങ്കിൽ നമുക്ക് വളരെ അറിയുന്ന ഒരാൾ നമ്മുടെ മുന്നിൽ നിന്ന് മരിക്കുമ്പം നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അവരെ തൊണ്ടക്കുഴിയിലെത്തുമ്പം നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. വനഹ്നു, നാമാകുന്നു, അഖ്റബു, അടുത്ത്, ഇലൈഹി മിൻകും, നിങ്ങളെക്കാൾ, വലാകില്ല തുബ്സിറൂൻ, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, അത് മനസ്സിലാക്കുന്നില്ല. എന്ന് വെച്ചാൽ ആ മരണപ്പെടുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെക്കാൾ അടുത്ത് ഞാനാണ്. ആര്? അള്ളാഹു പറയാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. 86-ാമത്തെ ആയത്തിൽ ഫലൗല ഇൻ കുന്തും ഗൈറ മദീനീൻ. ഈ മദീനീൻ എന്നുള്ള പദം ദീന് എന്നുള്ള പദത്തിൽ നിന്നാണ് വരുന്നത്. ഈ നേർക്കുനേരേൻ്റെ അർത്ഥം ഫലൗല ഇൻ കുന്തും ഗൈറ മദീനീൻ, നിങ്ങൾ ഒരു ദീനിനും വിധേയരാകാത്തവരാണെങ്കിൽ എന്തുകൊണ്ട് തൊണ്ടക്കുഴിയിൽ ജീവൻ എത്തുമ്പോൾ നിങ്ങൾക്ക് പിടിച്ചു വെക്കാൻ കഴിയുന്നില്ല എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ദീൻ എന്നുള്ള പദം നമ്മളെ പ്രധാന വിഷയമല്ല, നമ്മളെ പ്രധാന വിഷയം മരണമാണ്. പക്ഷെ ദീന് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. അത് മനസ്സിലാക്കുമ്പോഴേ അള്ളാഹ് എന്താണിത് പറയുന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ. ദീന് എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ പറയുന്ന മതം എന്ന അർത്ഥത്തിലല്ല ഇസ്ലാം പറയുന്നത്. ദീൻ എന്ന വാക്കിൻ്റെ അർത്ഥം വ്യവസ്ഥ എന്നാണ്, സിസ്റ്റം ആണ് അതിൻ്റെ നേർക്കുനേരർത്ഥം. ബാധ്യത എന്നൊരർത്ഥമുണ്ട്. അധീനപ്പെടുക, വിധേയപ്പെടുക എന്ന അർത്ഥമൊക്കെ ഉണ്ട്. മൊത്തത്തിൽ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദീൻ എന്ന് പറഞ്ഞാൽ ഒരു ശക്തിയുടെയോ വ്യക്തിയുടെയോ ആശയത്തിൻ്റെ അധീനതയിൽ നമ്മളാകുന്നു എന്നതാണ് നമുക്കൊരു ദീനുണ്ട് എന്ന് പറഞ്ഞ അർത്ഥം. ദീൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യവസ്ഥയാണ്, കുറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള സ്റ്റാർട്ടും എൻഡൊക്കെ ഉള്ള ഒരു സാധനമാണ് ദീന്. നമുക്ക് ദീനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതോ ഒരു ശക്തിയുടെയോ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു ആശയത്തിൻ്റെയോ ദീന്, അതിൻ്റെ വ്യവസ്ഥക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അനുസരിക്കുന്നു, വിധേയപ്പെടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. മാലിക് യൗമുദ്ദീൻ ഉണ്ട് അല്ലേ. മാലിക് യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിഫല നാളിൻ്റെ മാലിക്. അത് പറയാൻ കാരണം ദീനിൻ്റെ പ്രതിഫലമാണ്. ഈ ഒരു ദീനുണ്ട്, ആ ദീൻ അനുസരിച്ചാൽ ഇന്ന പ്രതിഫലം, ദീൻ അനുസരിച്ചിട്ടില്ലെങ്കിൽ ഇന്ന പ്രതിഫലം. ആ പ്രതിഫലം കിട്ടുന്ന ദിവസമാണ് എന്ത്? മഹ്ശറ. അപ്പൊ ഈ ലോകത്തിൽ അള്ളാന്റെ ദീനുണ്ട്, ആ ദീൻ അനുസരിച്ചാലും അനുസരിച്ചാൽക്കാത്തതിനുള്ള പ്രതിഫലം കിട്ടുന്ന ദിനമായതുകൊണ്ടാണ് മഹ്ശറയിൽ മാലിക് യൗമുദ്ദീൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അള്ളാന്റെ ചോദ്യം, നിങ്ങൾ ഒരു വ്യവസ്ഥക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, വിധേയരല്ല എന്നാണ് നിങ്ങളുടെ വാദം. നമുക്കൊരു നിയമമൊന്നും ബാധകമല്ല, മതമൊന്നും നമുക്ക് പ്രശ്നമല്ല. അങ്ങനെയാണെങ്കിൽ
നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ നിങ്ങളുടെ ഉറ്റ ഒരാളുടെ ജീവൻ തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ, എന്നിട്ട് 87-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, തർജിഊനഹ ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ ഈ പറയുന്നതിലൊക്കെ എന്തെങ്കിലും സത്യസന്ധത ഉണ്ടെങ്കിൽ തർജിഊനഹ, നിങ്ങൾ എന്ത് ചെയ്യുക, ആ ജീവൻ തിരിച്ചു കൊണ്ടുപോവുക എന്നതാണ് അർത്ഥം. പിന്നെ മരണത്തെക്കുറിച്ച് വളരെ സുന്ദരമായ മൂർച്ചയേറിയ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആണ്. പിന്നെ എന്നിട്ട് 88-ാമത്തെ ആയത്തിൽ നമ്മൾ ഇതിനു മുന്നേ പഠിച്ച കാര്യങ്ങൾ അള്ളാഹു സമ്മറൈസ് ചെയ്തിട്ടൊന്ന് ഇതിൻ്റെ ചേർത്ത് വെക്കുകയാണ്. ഫഅമ്മ ഇൻകാന മിനൽ മുഖറബീൻ, അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ഫഅമ്മ ഇൻകാന മിനൽ മുഖറബീൻ, അള്ളാന്റെ മുഖറബീൻ എന്ന് വെച്ചാൽ അള്ളാന്റെ സാമീപ്യം സിദ്ധിച്ചവർ, മരിച്ചു കഴിഞ്ഞിട്ട് അള്ളാന്റെ സാമീപ്യം സിദ്ധിച്ചവർ, ഫറൗഹും വറൈഹാനും വജന്നത്തുൻ നഈം, അവരെന്തായിരിക്കും, റൗഹും ആശ്വാസത്തിലും, റൈഹാനും വിശിഷ്ടമായ ഉപജീവനത്തിലും, വജന്നത്തുൻ നഈം സ്വർഗത്തിലുമായിരിക്കും. അതേപോലെ അമ്മ ഇൻകാന മിൻ അസ്ഹാബിൽ യമീൻ, അവ വലതുപക്ഷക്കാരിൽപ്പെട്ടപ്പോൾ നേരത്തെ പറഞ്ഞത് സാബിക്കൂന നമുക്ക് ഓർമ്മ ഉണ്ടാവും. വലതുപക്ഷക്കാർ എങ്ങനെയായിരിക്കും, ഫസലാമുല്ലക മിൻ അസ്ഹാബിൽ യമീൻ, അവരോട് എന്ത് ചെയ്യും, അവർക്ക് സമാധാനം എന്നതായിരിക്കും അവർക്കുള്ള അഭിവാദ്യം. അമ്മ ഇൻകാന മിനൽ മുകദ്ദബീന ളാല്ലീൻ, മുകദ്ദിബീൻ എന്ന് വെച്ചാൽ കളവാക്കുന്നവരും, ളാല്ലീൻ ദുർമാർഗികൾക്കും എന്തായിരിക്കും, ഫനുസുലും മിൻ ഹമീം, അവർക്ക് ചുട്ടു തിളക്കുന്ന വെള്ളം കൊണ്ടായിരിക്കും സൽക്കാരം. വതസ്ലിയത്തു ജഹീം, നരകത്തിൽ വെച്ചുള്ള ചുട്ടരിക്കലുമാണ്. ഇന്ന ഹാദാ ലഹുവ ഹഖ്കുൽ യഖീൻ, ഇത് തീർച്ചയായും എന്താണ്, ഒരു ഉറപ്പുള്ള യാഥാർത്ഥ്യമാണ്. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം, ഫസബ്ബിഹ് എന്ന് പറഞ്ഞാൽ എന്താണ്, സുബ്ഹാനല്ലാഹ്. തസ്ബീഹ് എന്ന് പറഞ്ഞാൽ, സുബ്ഹാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു സമ്പൂർണനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഫസബ്ബിഹ്, നിങ്ങൾ എന്ത് ചെയ്യുക, അള്ളാഹു സമ്പൂർണനാണെന്ന് സ്വയം സമ്മതിച്ചിട്ട് എന്ത് ചെയ്യുക, അതിനെ വാഴ്ത്തുക. ബിസ്മി റബ്ബിക്കൽ അലീം, എന്താണ്, രക്ഷിതാവിൻ്റെ നാമം പ്രകീർത്തിക്കുക. അപ്പം 96 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ള ഇത് മൊത്തം. ഞാനിത് അതിൻ്റെ പിന്നെ 2-ാമത്തെ ഭാഗം എന്ന് വെച്ചാൽ സ്വർഗം നരകത്തിനെ കുറിച്ചൊക്കെ പറയുന്ന ഭാഗം ഇന്ന് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കില്ല, കാരണം നമ്മളത് ഡീറ്റെയിൽ ആയി പഠിച്ചിട്ടുണ്ട്. അത് അള്ളാഹു ഇവിടെ റിപ്പീറ്റ് ചെയ്യാനുള്ള കാരണം, അള്ളാഹു എന്താ പറയുന്നത്, നിങ്ങളൊരു ദീനിനും വിധേയരാത്തവരാണെങ്കിൽ എന്ന പ്രയോഗത്തിന് ശേഷം ആ ദീനിന്റെ പ്രതിഫലമായിട്ടാണ് എന്ത് പറയുന്നത്, സ്വർഗം നരകം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ ആയത്തിൽ 3 വിഷയങ്ങളാണ് ഉള്ളത്. ഒന്ന്, അള്ളാഹ് ഉണ്ട് എന്നതിന് തെളിവായിട്ട് അള്ളാഹു നമ്മുടെ മുന്നിൽ വെക്കുന്ന 3-ാമത്തെ തെളിവ് ഈ സൂറത്തിൽ മരണത്തിന്റെ അവസ്ഥയിലെ നമ്മുടെ നിസ്സഹായതയാണ്. 1-ാമത്തെ തെളിവ് എന്തായിരുന്നു, സൃഷ്ടിപ്പാണ്. അവിടെയാണ് നമ്മൾ മനുഷ്യന്റെ സൃഷ്ടിപ്പൊക്കെ പഠിച്ചത്. 2-ാമത്തെ തെളിവ് ഖുർആനാണ്. 3-ാമത്തെ തെളിവ് അള്ളാഹുവിടെ പറയുന്നത് മരണത്തിന്റെ സമയത്തെ നമ്മുടെ നിസ്സഹായാവസ്ഥ. 2-ാമത് ഈ ആയത്തുകളുടെ വിഷയം ദീനനുസരിച്ചുള്ള രക്ഷയും ശിക്ഷയുമാണ്. അതാണ് സ്വർഗവും നരകവും പറഞ്ഞത്. 3-ാമത് അള്ളാഹു പഠിപ്പിക്കുന്നത് ഫസബ്ബിഹ്. ഇങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹിന്റെ ദീനിന് തസ്ബീഹ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നമ്മൾ ഓരോന്നായിട്ട് വിശദീകരിച്ചാൽ 1-ാമത്തെ വിഷയം ദീൻ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു എന്താണ് ദീൻ എന്ന് പറയുന്നത്, നമ്മൾ ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് എന്താണ്, അള്ളാഹ് എന്ന ശക്തിക്ക് നമ്മൾ വിധേയപ്പെടുന്നു എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നതാണ് എന്ത്, നമുക്കൊരു ദീനുണ്ട് എന്ന് പറയുന്നത്. ദീന് ലോകത്ത് ധാരാളം ദീനുകളുണ്ട്, ഇസ്ലാം മാത്രമല്ല, ലോകത്ത് എന്തുണ്ട്, ധാരാളം ദീനുകളുണ്ട്. വ്യവസ്ഥ ഉള്ളൊക്കെ എന്താണ്, ഒരു തരത്തിൽ ഒരു ജീവിത രീതിയായിട്ട് പോകുന്നൊക്കെ ഒരു തരത്തിൽ ദീനാണ്. അതുകൊണ്ടാണ് സൂറ കാഫിറൂനിൽ എന്താണ് പ്രയോഗം, ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എൻ്റെ ദീൻ എന്ന് പറയുന്നത് എന്താണ്, ഇസ്ലാം മാത്രമല്ല വേറെയും ദീനുകളുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ സൂറ ആലിമ്രാനിൽ അള്ളാഹ് പറയുന്നുണ്ട് ഇസ്ലാമി ദീന, ഇസ്ലാം അല്ലാത്ത മറ്റ് ദീൻ സ്വീകരിക്കുന്നവൻ എന്നുള്ള പറയുന്നുണ്ട്. അപ്പം ലോകത്ത് ധാരാളം ദീനുകളുണ്ട്, അതിലൊരു ദീനാണ് എന്ത്, ഇസ്ലാം. എല്ലാവർക്കും ഒരു ദീനുണ്ട്. ഇനിയിപ്പം യുക്തിവാദി എന്ന് പറയുന്ന ആൾക്കും ഏതോ അർത്ഥത്തിൽ എന്തുണ്ട്, ഒരു ദീനുണ്ട് എന്ന്. കാരണം എന്താണ്, ദീൻ എന്ന് പറഞ്ഞ ഒരു വ്യവസ്ഥയാണ്. ഏതോ അർത്ഥത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, എന്തോ ഒരു ജീവിത വ്യവസ്ഥ. ഒന്നുമില്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ രാഷ്ട്രത്തിന്റെ ദീനെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, അയാൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഇനി അതൊന്നും ഇല്ലെങ്കിൽ ഒരു ട്രാഫിക് നിയമമെങ്കിലും എന്തുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും എന്തുണ്ട്, ഒരു ദീനുണ്ട്. നമ്മൾ മുസ്ലിങ്ങളായ നമ്മൾ പ്രഖ്യാപിക്കുന്ന നമ്മുടെ ദീനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം എന്ന് പറയുന്നത് ഈ ദീനിന്റെ പേര് മാത്രമല്ല സവിശേഷതയുമാണ്. കാരണം എന്താണ്, അസ്ലമ എന്ന് പറഞ്ഞാൽ സമർപ്പിക്കലാണ്. അപ്പൊ ഇസ്ലാം എന്നുള്ളത് പേര് മാത്രമല്ല, ഈ ദീനിന്റെ സ്വഭാവം കൂടിയാണ്. ഈ ദീനിന്റെ മൊത്തത്തിലുള്ള സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് സമർപ്പിക്കലാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഇനി
ഖുർആൻ പറയുന്ന ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ജസ്റ്റ് നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അള്ളാഹ് എന്തിനാണ് ഇവിടെ ദീൻ ഉപയോഗിച്ചത് എന്നത് അറിയാൻ, ദീനിന്റെ ഒരു അടിസ്ഥാനം അറിയാൻ വേണ്ടിയിട്ടാണ്. ഖുർആൻ പറയുന്ന ഒരു വിഷയം, പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടിപ്പുകളും സ്വാതന്ത്ര്യമില്ലാത്ത, ചിന്താ സ്വാതന്ത്ര്യമില്ലാത്ത എല്ലാ സൃഷ്ടിപ്പുകളും അവരുടെ സൃഷ്ടിപ്പ് മുതൽ തന്നെ ഇസ്ലാം എന്ന ദീനിന് എന്ത് ചെയ്യുന്നുണ്ട്, അനുസരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്താണ്, ഒരു പൂവ് അള്ളാഹിന്റെ നിയമം അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, വിടരുന്നത്, സുഗന്ധം ഇതാക്കുന്നത്. ചന്ദ്രൻ സൂര്യനൊക്കെ അള്ളാഹിന്റെ ദീനനുസരിച്ചിട്ടാണ്. അള്ളാഹു മനുഷ്യരോട് ചോദിക്കുന്നത്, ഈ പ്രപഞ്ചത്തിലെ ഭൂരിപക്ഷം ഇത്തരം സൃഷ്ടികളൊക്കെ ഇസ്ലാം എന്ന ദീൻ സ്വീകരിച്ചിരിക്കെ നിങ്ങൾ എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? അള്ളാഹ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് തന്ന സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് ഈ ദീനിനെ കണ്ടെത്താനാണ്. ഇത് പറയുന്ന ആയത്താണ് അഫ ഗൈറ ദീനില്ലാഹി യബൂൻ. നിങ്ങൾ അള്ളാഹുവിന്റെ ദീനല്ലാതെ മറ്റ് ദീന് തേടി നടക്കുകയാണോ? വലഹു അസ്ലമ മൻഫിസ് സമാവാത്തി വൽ അർള്. ഈ സമാവാത്തിലെയും അർളിലെയും ഒക്കെ എല്ലാ സൃഷ്ടിപ്പുകളും അസ്ലമ, അവന്റെ ദീനിന് വിധേയപ്പെട്ടവരായിരിക്കെ നീ എന്ത് ചെയ്യാണ്, നീ മാത്രം വേറെ ദീന് അന്വേഷിച്ച് നടക്കണമെന്നുള്ള ചോദിക്കുന്നത് അതുകൊണ്ടാണ്. ഇനി ഒരു പോയിന്റും കൂടി ഉള്ളത്, ഇസ്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മതം എന്ന അർത്ഥത്തിലല്ല അറബിയിലെ ദീൻ എന്നുള്ളത്. ദീൻ എന്ന് പറയുന്നത് സമ്പൂർണമായ ഒരു ജീവിത വ്യവസ്ഥയാണ്. എന്ന് വെച്ചാൽ പ്രപഞ്ചം അതിൽ പെടും, ഈ പ്രകൃതി അതിൽ പെടും, സൃഷ്ടിപ്പ് അതിൽ പെടും, നമ്മുടെ ജീവിതത്തിലെ ഡ്രസ്സിങ് മുതൽ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഭാഗമാകുന്ന ഒരു സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥയെക്കുറിച്ചാണ് ഇസ്ലാം പറയുന്നത് എന്ത്, ദീന് എന്ന് പറയുന്നത്. ഈ ആയത്തിൻ്റെ പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹ് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ വിശ്വസിക്കാത്തതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം അവനൊരു വ്യവസ്ഥക്കടിയിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതായത് കുറേ കാരണങ്ങളിൽ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിനെ അംഗീകരിക്കും. ഖുറൈശികളുടെ ഒരു പ്രശ്നം, അള്ളാഹിനെ അംഗീകരിക്കുമ്പോഴും അള്ളാഹ് എന്ന റബ്ബിനെ, ജീവിതത്തിൽ ഉടനീളം വ്യവസ്ഥ തരുന്ന റബ്ബിനെ എന്ത് ചെയ്യുന്നില്ല, അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഒരു വ്യവസ്ഥക്ക് കീഴിൽ നിൽക്കാൻ മനുഷ്യന് കഴിയുന്നില്ല എന്നുള്ളതാണ് കുറച്ചു പേരെങ്കിലും വിശ്വസിക്കാത്തതിൻ്റെ ഒരു കാരണം. അള്ളാഹ് അവരോട് ചോദിക്കുന്നത്, നിങ്ങൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ദൈവത്തിന്റെ, അള്ളാഹുവിന്റെ വ്യവസ്ഥക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വിധേയരാകുന്നുണ്ട്. ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കെ വളരെ ചുരുക്കം ചില കാര്യങ്ങളിൽ മാത്രം ഇതിനെ നിഷേധിക്കുന്നത് എന്തിനാണെന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അതിന്റെ ഉദാഹരണമായിട്ടാണ് അള്ളാഹ് ഈ സൂറത്തിൽ പറയുന്നത് ജനനം എന്നത് ഒരു ദീനിന്റെ ഭാഗമാണ്. അത് നമുക്ക് ഒരു നിയന്ത്രണവും ഇല്ല, പടച്ചവനാണ് അത് നിശ്ചയിക്കുന്നത്. നമ്മൾ ജനിച്ചു വീഴുകയാണ് ചെയ്യുന്നത്. എങ്ങനത്തെ മൂക്ക് വേണം, ഏത് കുടുംബത്തിൽ വേണം എന്നതുപോലും നമ്മുടെ ചോയ്സ് അല്ല, അള്ളാഹിന്റെ ദീന് പ്രകാരമാണ്. അതുപോലെ മരണം ഇന്നത്തെ സൂറത്തിൽ പറയുന്നത്, പ്രകൃതി എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളത് നമ്മുടെ നിയന്ത്രണത്തിലല്ല, അള്ളാഹിന്റെ ദീൻ അനുസരിച്ചിട്ടാണ്. അതേപോലെ തന്നെ സൂക്ഷ്മതയോടുകൂടി ആലോചിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾ പോലും, നമ്മുടെ വ്യക്തിപര ജീവിതത്തിൽ നടക്കുന്ന ജോലി നഷ്ടം മുതൽ ഒരു അടുത്ത ബന്ധു മരിക്കുന്നത് മുതൽ നമ്മുടെ വിഷമം വരുന്നത് വരെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നിയന്ത്രണത്തിലല്ല, അള്ളാഹിന്റെ ദീൻ അനുസരിച്ചിട്ടാണ് എന്നുള്ളതാണ് ഇതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം മരണമാണ്. മരണം ഖുർആന്റെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. മരണം നമ്മൾ മുസ്ലിം കുടുംബത്തിൽ ജനിക്കുന്നത് കൊണ്ട് മരണം എന്ന് പറയുമ്പോൾ ഇതൊക്കെ കുറെ കേട്ടതാണല്ലോ എന്നൊരു ധാരണയിലാണ് നിൽക്കുക. നമ്മൾ കുറച്ച് ഫ്രഷ് ആയിട്ട് ഒരു മതം മനസ്സിലാക്കുന്ന രീതിയിൽ, ഒരു പുതിയ ദീന് മനസ്സിലാക്കുന്ന രീതിയിൽ ആലോചിച്ചാൽ ഖുർആൻ പറയുന്നത് ഒരു ജീവിത സൈക്കിളിനെ കുറിച്ചാണ് പറയുന്നത്. ആ സൈക്കിൾ തുടങ്ങുന്നത് അള്ളാഹിന്റെ അടുത്ത് നിന്നാണ്. ആ സൈക്കിള് ഭൂമിയിലേക്ക് താൽക്കാലികമായിട്ട് പ്രവേശിക്കുകയാണ്. ആ സൈക്കിൾ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വയസ്സായിട്ട് മരിക്കും എന്നത് ഇസ്ലാമിന്റെ ഒരു മെസ്സേജാണ്. ആ മെസ്സേജ് പറഞ്ഞിട്ട് പറയുകയാണെന്ന്, മരണത്തിലൂടെ പിന്നെ എന്ത് ചെയ്യുന്നു, തിരിച്ച് അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകുന്നു. ഇത് ഇസ്ലാം. അതുകൊണ്ടാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മരണം അള്ളാഹു ഇവിടെ പറയുന്നത് മനുഷ്യന്റെ നിസ്സഹായതയുടെ തെളിവായിട്ടാണ്. അതേപോലെ തന്നെ അള്ളാഹ് ഉണ്ട് എന്നുള്ളതും അള്ളാഹിന്റെ നിയന്ത്രണത്തിലാണ് നമ്മുടെ ജീവിതം എന്നുള്ളതിൻ്റെയും ഏറ്റവും വലിയ തെളിവുകളിൽ ഒന്നായിട്ട് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് മരണമാണ്. ഇന്നത്തെ ആയത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഈ ആയത്തുകൾ ക്ലാസ് എടുക്കാനുള്ള ആയത്തല്ല, വെറുതെ ഇങ്ങനെ പ്രസംഗിക്കാനുള്ള ആയത്തല്ല. ഈ ആയത്ത് നമ്മൾ ഒറ്റയ്ക്കിരുന്ന് പിന്നെ മനസ്സിരുത്തി സത്യസന്ധതയോടുകൂടി വായിച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെയോ ടച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അത്രയും മൂർച്ചയോടുകൂടി നമ്മുടെ ഉള്ളിലേക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആയത്തുകളാണ്. ആയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, വിഷ്വലൈസേഷനാണ്. ഇത് ഖുർആന്റെ ഏറ്റവും വലിയൊരു ഇതാണ്, ചിത്രീകരിക്കുകയാണ്. നിങ്ങൾ മരിക്കുമെന്നല്ല അള്ളാഹ് പറയുന്നത്. തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ നിങ്ങൾ എന്തുകൊണ്ട് അതിനെ പിടിച്ചു വെക്കുന്നില്ല? ഒരു വളരെ വിഷ്വലൈസ് ചെയ്തിട്ടുള്ള ഒരു മരണ സീൻ എന്ത് ചെയ്യാണ് അള്ളാഹു നമ്മുടെ മുന്നിൽ വിഷ്വലൈസ് ചെയ്യാണ്. അള്ളാഹ് ചോദിക്കുകയാണ്, ഫലൗല,
ഇദാ ബലഗത്തിൽ ഹുൽക്കും, തൊണ്ടക്കുഴിയിൽ ജീവൻ എത്തുമ്പോൾ എന്തുകൊണ്ട് എന്നുള്ളതാണ് അള്ളാഹ് ചോദിക്കുന്നത്. ഇവിടെ അള്ളാഹു എന്താണ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് എന്ന് പറയുന്നില്ല, തൊണ്ടക്കുഴിയിൽ എത്തുമ്പോൾ എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഖുർആന്റെ വിവരണ സൗന്ദര്യം കൂടിയാണിത്. എന്താണ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് നമുക്കും അറിയില്ല, കാണുന്നാക്കും അറിയില്ല, മരിക്കുന്നാക്കും അറിയില്ല, ജീവൻ എന്നുള്ളത് ആരും കണ്ടിട്ടുമില്ല. തൊണ്ടക്കുഴിയിൽ അതെത്തുമ്പോൾ എന്നത് തന്നെയാണ് ശരിക്കും എന്ത്, അതിന്റെ ഏറ്റവും അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഏറ്റവും സുന്ദരമായിട്ടുള്ള വിവരണം. മരണം എങ്ങനെയാണ്, മരണം അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക, അനുഭവപ്പെടുക. തൊണ്ടക്കുഴിയിൽ എത്തി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര വർഷമാണോ ജീവിക്കുന്നത് ആ ജീവിതവും അത് തീരുന്ന അവസാനത്തെ പോയിന്റാണ് തൊണ്ടക്കുഴിയിൽ എത്തി നിൽക്കുക എന്ന് പറയുന്നത്. ഈ ഭൂമിയും പരലോകവും തമ്മിലുള്ള ബൗണ്ടറിന്റെ ആ ഏറ്റവും അവസാനത്തെ നിമിഷമാണ് നമ്മുടെ തൊണ്ടക്കുഴിയിൽ ജീവൻ എത്തുക എന്ന് പറയുന്നത്. ആ നിമിഷത്തെ കുറിച്ചാണ് അള്ളാഹ് ചോദിക്കുന്നത്, ജീവിതം തൊണ്ടക്കുഴിയിൽ എത്തി നിൽക്കുന്ന സന്ദർഭം. സൂറ ഖിയാമയിൽ അള്ളാഹു 26-ാമത്തെ ആയത്തില് കല്ലാ ഇദാ ബലഗത്തി തറാഖ് എന്ന് പറയുന്നുണ്ട്. തൊണ്ടക്കുഴിയിൽ എത്തുന്നു, തറാഖ് എന്ന് പറഞ്ഞാൽ അത് തൊണ്ടക്കുഴിയിൽ എത്തുന്ന നിമിഷം എന്ന് അള്ളാഹു പ്രയോഗിക്കുന്നതായിട്ട് കാണാൻ പറ്റും. എന്നിട്ട് 84-ാമത്തെ ആയത്തില് അൻതും ഹീന ഇതിൻ തൻളുറൂൻ, ഇതിലപ്പുറം നിസ്സഹായത വിവരിക്കാൻ കഴിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കാൻ, നമ്മൾ പലരെയും സ്നേഹിക്കുന്നുണ്ട്, ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട്, അവരില്ലാതെ നമ്മളില്ല എന്ന് ചിന്തിച്ചു പോകാറുണ്ട്. അവരുടെ ഒരു താങ്ങില്ലാതെ നമുക്കൊരു നിമിഷം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നമ്മൾ ആലോചിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരാൾ നമ്മുടെ മുന്നിൽ പിന്നെ മരിക്കുമ്പം വഹീന ഇതിൻ തൻളുറൂൻ, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ എന്നുള്ള പ്രയോഗം നിസ്സഹായതയുടെ അങ്ങേ അറ്റമാണ്. നമ്മുടെ ഉറ്റവർ കൺമുന്നിൽ മരണപ്പെടുമ്പം നമ്മൾ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് അള്ള പറയുന്ന ഒരു പ്രയോഗം വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാകില്ലാ തുബ്സിറൂൻ, അവരുടെ അടുത്ത് ആ നിമിഷം നിങ്ങളെക്കാൾ അടുത്ത് ഞാനാണ് എന്നാണ് പ്രയോഗം. ഈ പ്രയോഗം നമ്മൾ സൂക്ഷ്മതയോടുകൂടി മനസ്സിലാക്കണം. കാരണം മരണസന്ദർഭത്തിൽ മാത്രമല്ല, ഏത് നിമിഷവും അള്ളയാണ് ഓരോരുത്തരുടെയും അടുത്ത്, നമ്മളെക്കാളൊക്കെ അടുത്ത് മറ്റൊരാളുടെ അടുത്ത് അള്ളയാണ്. ഇവിടെ അള്ളാഹു പ്രത്യേകമായിട്ട് അത് പറയാൻ കാരണം മരണസന്ദർഭത്തിൽ നമ്മളത് അനുഭവിക്കും എന്നുള്ളതാണ്. കാരണം നമ്മൾ എത്ര അടുത്താണെങ്കിലും അകലെയായിട്ടാണ് തോന്നുക. ഏറ്റവും അയാളുടെ അടുത്ത് അയാൾക്ക് തോന്നുന്നത് ആ നിമിഷം അവൻ കാണുന്നത്, അവൻ തിരിച്ചറിയുന്നത് സൃഷ്ടാവിനെയാണ്. സമ്പൂർണ്ണ നിസ്സഹായതയിൽ എങ്ങനെയോ കണ്ടുപോകുന്നത് ആരെയാണ്? സൃഷ്ടാവിനെയാണ്. മരണസമയത്ത് എന്ത് ചെയ്യുന്നു? അത് പെട്ടെന്ന് തിരിച്ചറിയുന്നു. ഖുർആനിലെ പിന്നെ മരണം, പരലോകം എന്നതിനെ കുറിച്ചൊക്കെ പറയുമ്പം അള്ളാഹു റിപ്പീറ്റ് ചെയ്യുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾക്ക് ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അള്ളാഹ് മഹ്ശറയെ കുറിച്ച് പറയുന്നത്, എവിടെയാണ് നിങ്ങളെ നയിച്ച നേതാക്കന്മാർ, എവിടെ നിങ്ങളെ പണ്ഡിതന്മാർ, എവിടെ നിങ്ങളുടെ ഉറ്റ ബന്ധുക്കൾ, എവിടെ നിങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞ ആൾക്കാർ? ആരും ഇല്ലല്ലോ, ഞാൻ മാത്രമല്ലേ ഉള്ളൂ എന്ന് അള്ളാഹു നിരന്തരം മരണം, പരലോകത്തെ കുറിച്ച് പറയുന്നതായിട്ട് കാണാൻ പറ്റും. സൂറ ഖിയാമയില് 10 മുതൽ 12 വരെയുള്ള ആയത്തില് ഖിയാമത്ത് നാളിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഒരു ഭയങ്കരമായിട്ടുള്ള സീൻ അള്ളാഹ് പറയുന്നുണ്ട്. യഖൂലുൽ ഇൻസാനു യൗമ ഇദിൻ ഐനൽ മഫർ, അന്നത്തെ ദിവസം മനുഷ്യൻ പറയും, എവിടെ ഞാൻ ഓടി രക്ഷപ്പെടും, എവിടെയാണ് എനിക്ക് ഓടി ഐനൽ മഫർ, അവൻ ചോദിക്കുകയാണ് എവിടെയാണ് ഞാൻ ഓടി രക്ഷപ്പെടുക. അപ്പൊ ഒരു അശരീരി വരും, കല്ലാല വസർ, ഇല്ല ഒരു രക്ഷയുമില്ല. ഇലാ റബ്ബിക യൗമ ഇതിനിൽ മുസ്തഖർ, നിന്റെ രക്ഷിതാവിലേക്കാണ് അന്നത്തെ ദിവസം നീ ചെന്ന് ചേരുന്നത് എന്നാണ്. അന്നത്തെ ദിവസം എവിടെ ഓടിപ്പോകും എന്ന ചോദ്യത്തിന് അള്ളാഹ് തന്നെ മറുപടി പറയാണ്, കല്ലാല വസർ, വേറെ ഒരു രക്ഷയുമില്ല, നിന്റെ രക്ഷിതാവിൻ്റെ അടുത്താണ് പോകുന്നത്. അപ്പം ദൈവത്തെ തിരിച്ചറിയുന്ന നിമിഷമാണെന്ത്? മരണത്തിന്റെ ആ സമയം എന്നുള്ളത്. ഖുർആനിൽ ഒരു പ്രയോഗം സക്കറാത്തുൽ മൗത്ത് എന്ന് ഖുർആൻ ഉപയോഗിക്കുന്നുണ്ട്. സക്കറാത്തുൽ മൗത്ത്, സക്കറാത്തുൽ മൗത്ത്. സക്കർ എന്ന് പറഞ്ഞാൽ ശരിക്കും ലഹരി എന്നാണ് അർത്ഥം. ലഹരി എന്ന് അർത്ഥമുണ്ട്. ലഹരി എന്താണ് ശരിക്ക്? ബോധം പോകുന്നതാണ് ലഹരി എന്ന് പറയുന്നത്. അപ്പം മയക്കം, ബുദ്ധിമാന്ദ്യം എന്ന അർത്ഥമുണ്ട്. ഭയം കൊണ്ട് സ്വയം ബോധം നഷ്ടപ്പെടുക എന്ന അർത്ഥമുണ്ട്. സർപ്രൈസ് എന്ന അർത്ഥമുണ്ട്. ആശ്ചര്യം എന്ന അർത്ഥമുണ്ട്. ആകസ്മികം എന്ന അർത്ഥമുണ്ട്. ഇതൊക്കെ സക്കറാത്ത് എന്നുള്ള അർത്ഥമാണ്. മരണത്തിൽ ഒരാൾ അനുഭവിക്കുന്നത് ഒക്കെയാണ് സമ്പൂർണ്ണമായിട്ട് നമ്മുടെ ബോധം നഷ്ടപ്പെട്ടിട്ട് നമ്മൾ എന്തൊക്കെയാണ് ആ മൊമെന്റ് ഓഫ് ഡെത്ത്. അതിനെക്കുറിച്ച് കുറേ പഠനങ്ങൾ നിങ്ങൾ വിക്കിപീഡിയ ഒക്കെ എടുത്തു പോയി കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് ഡെത്തിനെ വെച്ചുകൊണ്ട് ചില ആൾക്കാർ മരിക്കുന്നിടത്തോളം പോയിട്ട് തിരിച്ചു വന്നിട്ട് അനുഭവം പറഞ്ഞതൊക്കെ വെച്ചിട്ട് കുറേ പഠനങ്ങൾ ശാസ്ത്രത്തിൽ നടന്നിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ അവർ പറയുന്നത് ഈ ഭൂമിയിലല്ലാത്ത പല അനുഭവങ്ങളും അവർ ആ സമയത്ത് അനുഭവിച്ചു എന്നുള്ളത്. അപ്പം ആ മൊമെന്റിനെ കുറിച്ച് അള്ളാഹ് പറയുന്നത്
ഞാനായിരിക്കും നിങ്ങളെക്കാൾ അവന് ഫീൽ ചെയ്യുക അല്ലെങ്കിൽ അടുത്തറിയുക എന്നാണ്. 86-ാമത്തെ ആയത്തില് ഫലൗല ഇൻ കുൻതും ഗൈറ മദീനീൻ, നിങ്ങളൊരു നിയമത്തിനും വിധേയരല്ലെങ്കിൽ തർജിഊനഹ ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ പറയുന്ന വാദങ്ങൾക്ക് സത്യസന്ധത ഉണ്ടെങ്കിൽ ആ ജീവനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സെക്കൻഡിലേക്ക് ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുക, എന്നിട്ട് നമുക്ക് വർത്താനം പറയാം എന്നുള്ളതാണ് അള്ളാഹിൻ്റെ ഇത് എന്ന് പറയുന്നത്. നമ്മളെ ഒന്നുമല്ലാതാക്കുന്ന വെല്ലുവിളിയാണ് എന്ത് ചെയ്യുന്നത്, അള്ളാഹുവിടെ ഇതാക്കുന്നത്. ശരിക്കും ഇത് മാത്രം ആലോചിച്ചാൽ മതി അള്ളാഹിനെ കണ്ടെത്താൻ, ദൈവത്തെ കണ്ടെത്താൻ. ചരിത്രത്തിൽ ലോകാരംഭം മുതൽ ഇന്ന് വരെ ഒരു മുടക്കവും ഇല്ലാതെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ കുറേ ഉണ്ട്. അതിലൊന്നാണ് മരണം. എല്ലാ ദിവസവും നമ്മൾ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നത് മരണമാണ്. മനുഷ്യന് ഒരു സെക്കൻഡ് ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അള്ളാഹുവിനെയും ദൈവത്തെയും എന്ത് ചെയ്യാം, കണ്ടെത്താം. സൂറ ഖിയാമയില് ഇതേ പ്രയോഗം, കല്ലാ ഇദാ ബലഗത്തി ത്വറാഖ്, തൊണ്ടക്കുഴിയിൽ ജീവൻ എത്തുകയും, എന്നിട്ടുള്ള പ്രയോഗം നോക്കി നോക്കുക, വക്കീല മിൻ മൻ റാഖ് എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് മായാജാലക്കാരനെ വിളിക്കാണ്. വക്കീല മൻ റാഖ്, ആരാണ് മായാജാലക്കാരനുള്ളത്, എങ്ങനെയെങ്കിലും ഇവൻ എന്ത് ചെയ്യുക, രക്ഷിക്കുക. എന്നിട്ട് രക്ഷപ്പെടാത്താൻ ആരുമില്ല എന്ന് മനസ്സിലാവുമ്പോൾ വലന്ന അന്നഹുൽ ഫിറാഖ്, തൻ്റെ വേർപാടാണെന്ന് എന്ത് ചെയ്യും, അയാൾക്ക് ബോധ്യപ്പെടും. ഇങ്ങനെ ഉണ്ടല്ലോ, അക്സെപ്റ്റ് ചെയ്യും. ആദ്യം ഡിനൈ ചെയ്യുക. നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സാധനം വരുമ്പോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ പറയുന്നത്, നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സാധനം കൊണ്ട് ഒരാൾ വന്ന ആദ്യത്തെ സ്റ്റേജ് ഡിനയലാണ്. ഡിനൈ ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, മെല്ലെ മെല്ലെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ അക്സെപ്റ്റ് ചെയ്യും. അതാണ് വലന്ന അന്നഹുൽ ഫിറാഖ്. നമ്മൾ എന്ത് ചെയ്യുന്നു, വേർപിരിച്ചു പോവാണെന്ന് നമ്മൾ എന്ത് ചെയ്യും, തിരിച്ചറിയും. വൽ തഫത്തി സാഖു ബിസാഖ്, കണങ്കാലുമായി കൂടി പിണയുകയും ചെയ്യും. കാരണം അനങ്ങാൻ കഴിയില്ല, കണങ്കാലും ആയിട്ട് കൂടിപ്പിണങ്ങുക. ഓടാൻ ശ്രമിച്ചാലും എന്ത് ചെയ്യാൻ കഴിയില്ല, ഓടാൻ കഴിയില്ല. ഇലാ റബ്ബിക യൗമ ഇതിനിൽ മസാഖ്, നിന്റെ രക്ഷിതാവിങ്കലായിരിക്കും എന്ത് ചെയ്യുക, അന്നേരം തെളിച്ചു കൊണ്ടുപോവുക എന്നുള്ളത്. ഇപ്പം ഈ മരണത്തെക്കുറിച്ച് പറയുന്നതിൻ്റെ ഒരു പ്രശ്നം ജീവിച്ചിരിക്കുന്നവരോടാണ് ഈ പറയുന്നത്. അപ്പം നമുക്കിത് ഊഹിക്കാനും വിഷ്വലൈസ് ചെയ്യാനും കഴിയുമ്പോൾ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് മനസ്സിലാവുള്ളൂ. മരണം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ജീവിതത്തിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ് എന്ത്, മരണം എന്ന് പറയുന്നത്. ഖുർആന് പലതരത്തിൽ മരണത്തെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിൽ പറയുന്ന ഒരു വിഷയം, എത്ര വലിയ മനുഷ്യനെയും എന്ത് ചെയ്യും, മരണം അതിജയിക്കും എന്നുള്ളതാണ്. എത്ര വലിയ മനുഷ്യനെയും എന്ന് വെച്ചാൽ എങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ കഴിയും, അല്ലെങ്കിൽ എല്ലാ പവറുമുള്ള ഏത് മനുഷ്യനെയും എന്ത് ചെയ്യും, മരണം അതിജയിക്കും എന്നതിന് ഉദാഹരണമായിട്ട് സൂറ യൂനിസിൽ അള്ളാഹു ഫിർഔനെ വെച്ചുകൊണ്ട്, ഫിർഔൻ മുങ്ങി മരിക്കുന്ന ആ സന്ദർഭത്തെ വെച്ചുകൊണ്ട് അള്ളാഹ് എന്ത് ചെയ്യുന്നുണ്ട്, എത്ര വലിയ മനുഷ്യനെയും മരണം അതിജയിക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ടും ആ മരണ സന്ദർഭത്തിൽ ദൈവത്തെ കാണുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നു, ആ സന്ദർഭം അള്ളാഹു പറയുന്നത് വജാവസ്നാ ബിബനി ഇസ്രായീൽ അൽ ബഹറ ഫഅത്ബഅഹും ഫിർഔനു വജുനൂദുഹു ബഅയ്യം വഅദ്വ എന്നാണ് പ്രയോഗം. ഫിർഔനും അവന്റെ സൈന്യങ്ങളും ധിക്കാരവും അതിക്രമവുമായി അവരെ പിന്തുടർന്നു. അപ്പൊ മൂസയും ബനൂ ഇസ്രായേലും പോകുമ്പോൾ ഫിർഔൻ പിന്തുടരുകയാണ്. പക്ഷെ ഖുർആൻ ഉപയോഗിക്കുന്ന പദം ധിക്കാരവും അതിക്രമവുമായിട്ട് എന്ത് ചെയ്തു, പിന്തുടർന്നു. അടുത്ത സീൻ എന്താണ്, ഹത്താ ഇദാ അദ്റകഹുൽ അർഖ്, ഒടുവിൽ മുങ്ങി മരിക്കാറായപ്പോൾ. അപ്പൊ മുങ്ങി മരിച്ചു എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം കഴിഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെ വിടൂല അള്ളാഹ്ക്ക് നമ്മളെ ജീവിതം പഠിപ്പിക്കണം. ഫിർഔൻ മുങ്ങി മരിക്കുന്ന പറഞ്ഞാൽ പോരാ, മുങ്ങി മരിക്കുന്നതിന് തൊട്ടു മുന്നേ ഉള്ള സെക്കൻഡ് നമുക്ക് അള്ളാഹ് വിവരിച്ചു തരണം. എന്താണ്, ഹത്താ ഇദാ അദ്റകഹുൽ അർഖ്, ഒടുവിൽ മുങ്ങി മരിക്കാറായപ്പോൾ ഖാല ആമനത്തു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായേൽ, ഞാൻ ബനൂ ഇസ്രായേൽ ഏത് ഇലാഹിനെയാണോ വിശ്വസിച്ചിരിക്കുന്നത് ഞാനും വിശ്വസിച്ചിരിക്കുന്നു എന്ന് ആര് പറയും, ഫിറഔൻ പറഞ്ഞു. വ അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിം ആയിരിക്കുന്നു എന്ന് ഫിറഔൻ പറഞ്ഞു. അപ്പൊ അള്ളാഹ് അവനോട് ചോദിക്കും, അൽ ആൻ, ഇന്നാണോ നിനക്ക് ബോധം വന്നത്, ഇപ്പോഴാണോ നിനക്ക് വിശ്വസിക്കാൻ തോന്നിയെന്ന് അള്ളാഹ് എന്ത് ചെയ്യും, തിരിച്ചു ചോദിക്കും. ഖുർആന്റെ ആയത്താണ് ഇത്. അള്ളാഹ് ഇവിടെ പറയുന്നത് എത്ര വലിയ മനുഷ്യനെയും എന്ത് ചെയ്യും. ഇത് നിങ്ങൾ ഈജിപ്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിരമിഡുകളും ഈജിപ്തിൽ കാണാൻ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന, നിരന്തരം കാണാൻ കഴിയുന്ന ഒന്ന്, മരിച്ചതിന് ശേഷം ആൾക്കാർ ആ ഖബറിനെ വലിയതാക്കി വെച്ചതാണ്. അതാണ് ഈ പിരമിഡ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതാണ് യഥാർത്ഥത്തിൽ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വലിയവനാണ്, എനിക്ക് കുറെ പണമുണ്ട്, പക്ഷെ മരിച്ചു പോകും. അപ്പൊ പിന്നെന്ത് ചെയ്യും, അത് അംഗീകരിക്കാൻ കഴിയാത്ത ഒരാള് മരിച്ചു കഴിഞ്ഞിട്ടും ഇത് നിലനിൽക്കണം എന്നുള്ളിടത്ത് നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സ്വർണവും എല്ലാം കൂടി ആ ഖബറിന്റെ അടുത്ത് വെച്ചിട്ട് ലോകാവസാനം വരെ ആൾക്കാർക്ക് കാണാൻ മാത്രം പ്രൗഢിയിൽ അതിങ്ങനെ പൊക്കി വെക്കുന്നതിന്റെ കാരണം മരണം അംഗീകരിക്കാൻ എന്ത് ചെയ്യുന്നില്ല,
കഴിയുന്നില്ല എന്നുള്ളതാണ്. മരണം എവിടെയായിരുന്നാലും എത്ര സുരക്ഷ വെച്ചാലും നമ്മളെ പിടികൂടും എന്നുള്ളതാണ്. ഇതൊക്കെ നമുക്ക് എത്രത്തോളം ടച്ച് ചെയ്യുന്ന അറിയില്ല. ഇത് നമ്മളിങ്ങനെ നിരന്തരം കേൾക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ ഈ അബോധത്തിൽ ഈ സാധനം ഉണ്ട് കേട്ടോ. അത് വേറെ വിഷയം. മരുന്നുകൾ നമ്മളെ രക്ഷിക്കുന്നുള്ളത്. എവിടെയൊക്കെ നമ്മൾ സുരക്ഷിതരായിരുന്നാലും മരണം പിടികൂടും എന്ന് ഖുർആൻ പറയുന്നത്. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്. നിങ്ങൾ എവിടെയായിരുന്നാലും എന്ത് ചെയ്യും? മരണം നിങ്ങളെ പിടികൂടും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുഷയ്യദ. നിങ്ങൾ സുഭദ്രമായ കോട്ടന്റെ ഉള്ളിൽ പോയിട്ട് റൂം അടച്ചിരുന്നാലും എന്ത് ചെയ്യും? മരണത്തിന്റെ സമയമായാൽ നിങ്ങളെ മരണം പിടികൂടും. ഖുർആനില് ഈ മരണത്തെക്കുറിച്ച് പറയും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഖുർആനിലെ മരണം ദുഃഖമയമല്ല. ഇത് വലിയൊരു പോയിന്റാണ്. നമുക്കുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണയും നമ്മൾ മരണത്തെ കാണുന്നത് ദുഃഖത്തിലാണ്. മരണം എന്ന് പറഞ്ഞാൽ ആകെ ആർത്ത് കരഞ്ഞ് ആകെ പ്രശ്നമാക്കി തലയിട്ടടിച്ച് അങ്ങനെയാണ്. ഖുർആനിൽ ദുഃഖമില്ല. ഖുർആനിൽ മരണത്തെക്കുറിച്ച് പറയുന്നിടത്ത് ഒരു സ്ഥലത്തും നിങ്ങൾക്ക് ദുഃഖം കാണാൻ കഴിയില്ല. ഖുർആൻ മരണത്തെ അവതരിപ്പിക്കുന്നത് യാഥാർത്ഥ്യമായിട്ടാണ്. എന്ന് വെച്ചാൽ അടുത്ത ഒരു പ്രധാനപ്പെട്ട ജീവിതത്തിലേക്ക് കടക്കുന്ന ഒരു വാതിലായിട്ട് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ നമുക്ക് എവിടുന്നോ കിട്ടിയ ധാരണയാണ് എന്ത് ഇതിനൊക്കെ ആകെ കൂടെ കരഞ്ഞിട്ടാണ് ഇതിനെ ഫേസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഖുർആനിൽ എന്തല്ല ദുഃഖമയമല്ല. സൂറ അംബിയായില് എത്ര സുന്ദരമായിട്ടാണ് അള്ളാഹു മരണത്തെ അവതരിപ്പിക്കുന്നത് നോക്കൂ. സൂറ അംബിയായിൽ അള്ളാഹു പറയുന്നത് വഹുവല്ലദീ ഖലഖൽ ലൈല വന്നഹാർ. അള്ളാഹു ആകുന്നു എന്ത് ചെയ്യുന്നത്? രാത്രിയെയും പകലിനെയും സൃഷ്ടിച്ചത്. വശംസ വൽ ഖമർ. സൂര്യനെയും ചന്ദ്രനെയും. കുല്ലും ഫീ ഫലക്കി യസ്ബഹൂൻ. എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കണക്കനുസരിച്ചിട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വമാ ജഅൽനാ ലി ബശരിൻ മിൻ ഖബ്ലിക്കൽ ഖുൽദ്. നിങ്ങൾക്ക് മുന്നേ ഒരു മനുഷ്യനും എന്ത് ചെയ്തിട്ടില്ല? നിത്യജീവിതം ആയിട്ടില്ല. ഒരാൾക്ക് ഹുൽദ് കിട്ടിയിട്ടില്ല, മരിക്കാതിരുന്നിട്ടില്ല. അഫ ഇൻ മിത്ത വഹുമുൽ ഖാലിദൂൻ. എന്നിരിക്കെ നീ മരിച്ചെങ്കിൽ അവർ നിത്യജീവികളാകുമോ എന്നാണ്. എന്ന് വെച്ചാല് നീ മരിച്ചെങ്കിൽ ഈ കാണുന്ന ആൾക്കാരൊക്കെ ഇനിയും ജീവിക്കും എന്നാണ് അവർ കരുതുന്നത്. ഇത് ഏതിനു ശേഷം പറയുന്നത്? രാവും പകലും പോലെ, സൂര്യനും ചന്ദ്രനും പോലെ അവ എത്ര കൃത്യമായിട്ട് ഒരു കണക്കനുസരിച്ചിട്ട് ചലിക്കുന്നോ അതേ യാഥാർത്ഥ്യത്തിലും അതേ ഒഴുക്കിലുമാണ് എന്ത് ചെയ്യുന്നത്? മരണം വരുന്നത്. ഒരു പച്ചില വീഴണം എന്നുള്ളത് നമുക്ക് വലിയ സർപ്രൈസ് തോന്നുന്നില്ലെങ്കിൽ മനുഷ്യൻ ഇങ്ങനെ മരിക്കും എന്നുള്ളത് എന്തല്ല ഖുർആനെ സംബന്ധിച്ചിടത്തോളം സർപ്രൈസ് അല്ല. എന്നിട്ട് അള്ളാഹു പറയുന്നത് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. രാവും പകലൊക്കെ പറഞ്ഞതിന് ശേഷം കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാവരും എന്ത് ചെയ്യും? മരണപ്പെടും എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മരണത്തെക്കുറിച്ച് നമുക്കൊരു കാര്യമേ ചെയ്യാൻ കഴിയുള്ളൂ. അത് അതിനെ പ്രതീക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ്. വേറെ ഒന്നും നമുക്ക് മരണത്തെക്കുറിച്ച് ചെയ്യാൻ കഴിയില്ല. മരണത്തെ പ്രതീക്ഷിക്കുക എന്നുള്ളത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഖുർആനിലെ മരണം എന്ന് പറയുന്നത് ക്രിയാത്മകമാണ്. എന്ന് വെച്ചാൽ മരണം എന്ന് വെച്ചാൽ ചടച്ചിരുന്ന് പേടിക്കുന്ന സാധനമല്ല. മരണത്തെക്കുറിച്ച് നിങ്ങൾ ഖുർആന്റെ ആയത്ത് വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ പണിയെടുക്കാൻ എന്ത് ചെയ്യുക തോന്നുക. നമ്മുടെ ഒരു പ്രധാന പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ദുഃഖമാണ്. മരണത്തെ നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ദുഃഖമാണ്. രണ്ട് ഭയമാണ്. തെറ്റായ ഭയമാണ്. പോസിറ്റീവ് ഭയമുണ്ട്, നെഗറ്റീവ് ഭയമുണ്ട്. നമുക്ക് തെറ്റായ ഭയമാണ്. തെറ്റായ ഭയം എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ ഭയമുണ്ടാകും മരണത്തെക്കുറിച്ച്. തെറ്റായ ഭയം എന്താണ്? ഈ ലോകമൊക്കെ വിട്ടുപോകണം, അങ്ങനെ ഉണ്ടല്ലോ. ഈ ലോകമൊക്കെ വിട്ടുപോകണം. ഈ ലോകമൊക്കെ വിട്ടു പോകാനുള്ള മനസ്സ് ഉണ്ടാക്കുന്ന പണിയാണ് ഖുർആൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ലോകമല്ല പരലോകമാണ് പ്രധാനം എന്നതാണ് ഖുർആന്റെ പ്രധാന മെസ്സേജ്. നമ്മുടെ ഭയം ഈ ലോകം വിട്ടുപോകാനുള്ള ഭയം, ഈ വീട് വിട്ടുപോകാനുള്ള ഭയം, ഈ കാറ് വിട്ടുപോകാനുള്ള ഭയമാണെങ്കിൽ ഖുർആൻ പറയുന്നത് ഒരു തെറ്റായ ഭയമാണ്. നല്ല ഭയമുണ്ട്. ആ ഭയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരലോകത്തിന് തയ്യാറാകാത്തതിന്റെ ഭയം. അങ്ങനെ ഉണ്ടല്ലോ, ഞാൻ റെഡി ആയിട്ടില്ലല്ലോ, പടച്ചോന്റെ അടുത്ത് എന്താണ് ഞാൻ കൊണ്ടുപോകാൻ, ഞാൻ ഇനിയും നന്നാവണല്ലോ എന്ന ഭയം ഒക്കെയാണ്. ശരിക്കും സത്യസന്ധമായി നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള ഭയം ഏതാണ്? നമ്മൾ ആലോചിക്കേണ്ടതാണ് നമുക്കുള്ള ഭയം ഏതാണ്? നമുക്കുള്ള ഭയം ഈ കംഫേർട്ട് സോണിൽ നിന്നും നമ്മൾ ഇല്ലാതാകുന്നതാണ് നമ്മുടെ ഭയമെങ്കിൽ അതെന്തല്ല? ഖുർആനികമായിട്ട് ഇസ്ലാമികമായിട്ട് ശരിയായ ഭയമല്ല. ഇമാം ഗസാലി 3 തരം മരണത്തിന്റെ ഓർമ്മിക്കലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തെ ഓർമ്മിക്കൽ അശ്രദ്ധനായ വ്യക്തിയുടെ ഓർമ്മിക്കലാണ്. അശ്രദ്ധനായ വ്യക്തിയുടെ ഓർമ്മിക്കലിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഭൂമിയുമായി ഒട്ടി നിൽക്കുന്ന ആള് ഈ ലോകത്തിലെ സുഖങ്ങൾ നഷ്ടപ്പെടുമല്ലോ എന്ന് ആലോചിച്ച് അവൻ മരണത്തെ ഓർക്കുകയും വെറുക്കുകയും ചെയ്യും. നമ്മൾ ആലോചിച്ച് നോക്കുക, ഓർക്കുകയും വെറുക്കുകയും. നമ്മളാണ് ഈ പറയുന്നത്, നമ്മളെ കുറിച്ചായി പറയുന്നത്. രണ്ടാമത്തെ ഓർമ്മിക്കൽ പശ്ചാത്തപിക്കുന്ന ആളുടെ ഓർമ്മിക്കലാണ്. ഭയം കാരണം ഓർക്കുന്നവൻ അവന്റെ തെറ്റുകളെ ഓർത്ത് പശ്ചാത്തപിക്കുകയും തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യും. ഇതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തെ ഓർമ്മിക്കൽ അറിവുള്ളവന്റെ ഓർമ്മിക്കലാണ്. അറിവുള്ളവന്റെ ഓർമ്മിക്കൽ തൻ്റെ പ്രിയപ്പെട്ടവനെ കാണാനും, ഇതാണ് പോയിന്റ്, തൻ്റെ പ്രിയപ്പെട്ടവനെ കാണാനും അവന്റെ സാമീപ്യം അനുഭവിക്കാനും കഴിയുമെന്ന വാഗ്ദാനം ഓർക്കുന്നവൻ.
മരണത്തെ നമ്മളിപ്പോൾ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടാ? മരിച്ചു കഴിഞ്ഞാൽ പടച്ചോനെ കാണാൻ കഴിയല്ലോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഇരിക്കാൻ കഴിയല്ലോ, ഉമർ റളിയല്ലാഹുവിനും അബൂബക്കർ റളിയല്ലാഹുവിനെയൊക്കെ കാണാൻ കഴിയല്ലോ. ഇങ്ങനെ നമ്മൾ മരണത്തെ ഓർക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടുന്ന കാര്യമാണ്. വിശ്വാസിക്ക് മരണം യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള തുടക്കം. അവനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സർപ്രൈസ് അല്ല. വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം കാരണം 1-ാം ക്ലാസ് മുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ്. ഖുർആന് മരണത്തെ പറയുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മളെല്ലാ ആയത്തും എടുത്തു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ലക്ഷ്യങ്ങൾ ഒന്ന് ഈ ഇന്നത്തെ ആയത്തിൽ പറഞ്ഞ പോലെ മനുഷ്യൻ്റെ നിസ്സാരത കാണിക്കാനാണ്. കാരണം ഖുർആന്റെ വാദം ഒരു മനുഷ്യന് നിസ്സാരത മനസ്സിലാവുമ്പോഴാണ് അവൻ ദൈവത്തെ തിരിച്ചറിയുക. നിസ്സാരത മനസ്സിലാകുന്ന വഴി പോയി എൻഡ് ചെയ്യുന്നിടത്താണ് ദൈവത്തിലേക്കുള്ള വഴി തുടങ്ങുക. നിസ്സാരത മനസ്സിലാക്കാത്തൊരു മനുഷ്യൻ എന്ത് ചെയ്യില്ല, ദൈവത്തെ ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല. അപ്പൊ നിസ്സാരത മനസ്സിലാക്കുക എന്നുള്ളതാണ്. രണ്ടാമത് അള്ളാന്റെ നിയന്ത്രണം കാണിക്കാനാണ് ഖുർആൻ മരണത്തെക്കുറിച്ച് പറയുന്നത്. മൂന്നാമത് നമുക്ക് സമയത്തെക്കുറിച്ചുള്ള ജാഗ്രത തരാനാണ് ഖുർആൻ മരണത്തെക്കുറിച്ച് പറയുന്നത്. വെച്ചാൽ ഇത് തീർന്നു പോകും എന്ന് പറയാനാണ്. നാലാമത് കുറ്റവാളികൾക്കുള്ള മുന്നറിയിപ്പായിട്ടാണ് ഖുർആൻ മരണം. ഈ 4 ലക്ഷ്യങ്ങൾക്കാണ് ഖുർആൻ മരണത്തെക്കുറിച്ച് പറയുന്നത് എന്ന് കാണാൻ പറ്റും. മരണത്തെക്കുറിച്ചുള്ള മതമില്ലാത്തവരുടെ ധാരണ എന്താണ്? ഇത് വേറെ നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടതാണ്. പല ധാരണ ഉണ്ടാകും. നമ്മൾ പെട്ടെന്ന് പറയാൻ കഴിയുന്ന 2-3 കാര്യം പറയാം. ഒന്ന്, പിടികിട്ടാത്തൊരു സംഗതിയായിട്ടാണ് മതമില്ലാത്ത ഒരാൾ ഇതിനെ കാണുക. അല്ലാതെ കാണുന്നവരുണ്ടാവും. പിടികിട്ടാത്തൊരു സംഗതി, നാളെയെങ്കിലും പിടികിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സംഗതി, ഒരു സർപ്രൈസ് ആയിരിക്കും, ഒരു ഭയമായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന്, പരമാവധി മരണത്തെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഒന്നാമത് ചെയ്യുന്നൊരു സ്റ്റെപ്പ്. രണ്ടാമത് അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. അങ്ങനെ ചെയ്താലും മതി, നമുക്ക് ചിന്തിക്കാതിരിക്കുക, കുറെ പാട്ടും എന്റർടൈൻമെന്റ് ഒക്കെ നടക്കുക, ചിന്തിക്കാതിരിക്കുക. മൂന്നാമത് എന്തായാലും മരിക്കും, അപ്പൊ എന്ത് ചെയ്യുക, ജീവിതം ആസ്വദിക്കുക. എന്തായാലും മരിക്കും, എന്ത് ചെയ്യുക, ഒരു ജീവിതമേ ഉള്ളൂ, എന്ത് ചെയ്യുക, അതിനെ ആസ്വദിക്കുക. പിന്നെ 2 തരം കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാവും. ഒന്നാമത്തെ കോൺഫിഡൻസ്, മരണത്തെ ഭയമുള്ള അവിശ്വാസിയാണെങ്കിൽ അവനുണ്ടാകും മിഥ്യാസുരക്ഷിത ബോധമാണ്. മരണത്തെ ഭയമുണ്ടാവും, അവനെന്താ ഉണ്ടാകുക, പണം രക്ഷിക്കും, മെഡിസിൻ രക്ഷിക്കും എന്നുള്ള മിഥ്യാസുരക്ഷിത ബോധമാണ്. രണ്ടാമത്, മരണത്തെ ഭയമില്ലാത്തവന് എങ്ങനത്തെ ആളായിരിക്കും, പരലോകമൊന്നും ഇല്ല എന്ന ബോധമുള്ളവർക്ക് മരണം ഭയക്കേണ്ട ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തല്ല, ഇതൊന്നുമല്ല. നമ്മൾ ഈ ഗണത്തിൽ പെടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ വേറെ ആലോചിക്കേണ്ട കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഗണത്തിൽ പെടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ വേറെ ആലോചിക്കേണ്ടതാണ്. മരണം എന്നുള്ള ശരിക്കും നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഖുർആനിൽ പറയുന്ന കൺസെപ്റ്റിലേക്ക് നമുക്ക് വരാൻ കഴിഞ്ഞാൽ മരണത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാട് തന്നെ മാറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, മരണമുണ്ട് എന്ന് ഉറപ്പും അതിനെ പ്രതീക്ഷിക്കുകയും അത് വന്നാലും ഞാൻ റെഡിയാണ് എന്ന് പറയുകയും അതിനെ ഭയമില്ലാത്ത ഒരാളെ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല. നമ്മൾ നിരന്തരം കാണുന്നതാണ്, നമ്മളെ നേരെ കാണുന്നതാണ്. ഗസ ആയാലും ഓരോ സ്ഥലത്ത് മരണത്തെ ഭയമില്ലാത്തവനെ എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരാൾക്കും എന്ത് ചെയ്യാൻ കഴിയില്ല, തോൽപ്പിക്കാൻ കഴിയുകയില്ല. നമ്മളും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം മരണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. ഫ്രാൻസ് കാഫ്ക നമുക്കറിയാം, പിന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള എഴുത്തുകാരനാണ്. അദ്ദേഹം ഒരു സ്ഥലത്ത് പറയുന്നത്, ദ മീനിങ് ഓഫ് ലൈഫ് ഈസ് ദാറ്റ് ഇറ്റ് സ്റ്റോപ്സ് എന്നുള്ളതാണ്. ഈ ജീവിതത്തിന് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടെങ്കിൽ ആ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവസാനിക്കും എന്നുള്ളതാണ്. ഇത് അവസാനിക്കും എന്ന അർത്ഥം നമുക്ക് പിടികിട്ടിയിട്ടില്ലെങ്കിൽ ഈ ജീവിതം നമുക്ക് മനസ്സിലാവില്ല. ഈ ജീവിതത്തിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട അർത്ഥം ഇത് അവസാനിക്കും എന്നുള്ളതാണ്. ഇനി വിശ്വാസിയും മരണവും, 2-3 പോയിന്റ് കൂടെ പറഞ്ഞിട്ട് അവസാനിക്കുക. വിശ്വാസിയും മരണവും ഖുർആൻ പറയുന്ന നമ്മളെത്താത്തൊരു ലെവലിനെ കുറിച്ചാണ് പറയുന്നത്. അല്ലാഹ് പറയുന്നത് വിശ്വാസിക്ക് മരണമല്ല, ജീവിതമാണെന്നുള്ളതാണ്. ഭയങ്കര ഫോർമുലയാണ്, ഭയങ്കര മുദ്രാവാക്യം ആണ്. വിശ്വാസിക്ക് മരണമല്ല, അത് ജീവിതമാണ് എന്ന് പറയുന്നു. വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത. നിങ്ങൾ ഒരിക്കലും അള്ളാന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവർ എന്ത് ചെയ്യരുത്, മരിച്ചു എന്ന് പറയരുത്. കാരണം എന്താണ്, ബൽ അഹിയാഉം, അവരെന്ത് ചെയ്യാണ്, ജീവിക്കുകയാണ്. വലാകില്ല തഷ്ഉറും, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നേ ഉള്ളൂ. എന്നിട്ട് പറയാണ് വല നബുലുവന്നക്കും ബിഷൈഇൻ, അതിന് തൊട്ടുടനെ അള്ള പറയാണ് നിങ്ങളെ ഞാൻ എന്ത് ചെയ്യും, പലതരം പരീക്ഷണങ്ങൾ കൊണ്ട് പരീക്ഷിക്കും. എന്തായാലും നിങ്ങളെ പരീക്ഷിക്കും, മരണം കൊണ്ട് പരീക്ഷിക്കും, നഷ്ടം കൊണ്ട് പരീക്ഷിക്കും. എന്നിട്ട് പറയാണ് വബശ്ശിരി സ്വാബിരീൻ, നിങ്ങൾ എന്ത് ചെയ്യുക, സബറുള്ളവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. ആരാണ് ഈ സബറുള്ളവർ? അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബത്തും, അവന് മരണമടക്കമുള്ള എന്തെങ്കിലും മുസീബത്ത് വന്നാൽ അവൻ പറയും ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവൻ നമ്മുടെ മുദ്രാവാക്യ മരണത്തെക്കുറിച്ച് കറക്റ്റ് കാഴ്ചപ്പാടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എന്ത് നഷ്ടം വരുമ്പോഴും നമ്മൾ ആദ്യം പറയുന്നത് എന്താണ്, ഇന്നാലില്ല, പടച്ചോന്റെ അടുത്താണ് നമ്മൾ വന്നത്, എന്താണ്, അവനിലേക്ക് തന്നെയാണ് നമ്മൾ തിരിച്ചു പോകേണ്ടത്. രണ്ടാമത്, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം പ്രതീക്ഷയാണ്.
എന്തിനെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ്? മരണമില്ലാത്ത ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ്. ഇതിനപ്പുറം വലിയ പ്രതീക്ഷ എന്താണ് കിട്ടാനുള്ളത്? തീരാത്ത സുഖത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ്. ഒരിക്കലും അസ്തമിക്കാത്ത സമാധാനത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ്. എവിടെ നോക്കിയാലും നമ്മുടെ മുകളിൽ സന്തോഷത്തിന്റെ മഴ പെയ്യിക്കുന്ന ഒരു ഇടത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ്. അപ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? മരണം ഭയങ്കരമായിട്ടുള്ളൊരു പ്രതീക്ഷയാണ് എന്ന് കാണാൻ പറ്റും. അപ്പം മരണം എന്ന് പറയുന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒന്നെന്താണ്? അവന് ക്ലിയറാണ്, വളരെ ക്ലിയറാണ്. അവന്റെ മരണം മരണമല്ല, ജീവിതമാണ്. അവന്റെ മരണം പ്രതീക്ഷയാണ്. ഏറ്റവും അവസാനം, ഇത് നമുക്ക് എത്രത്തോളം ഉള്ളിൽ ഇറങ്ങുന്നുണ്ടെന്ന് എനിക്കറിയില്ല, മരണം അള്ളാനെ കാണാനുള്ള സന്ദർഭമാണ്. ഇതിൻ്റെ വലുപ്പം നമ്മുടെ ഉള്ളിൽ ഇറങ്ങുമ്പോഴാണ് നമ്മുടെ ജീവിതം ഒരു യഥാർത്ഥ മുസ്ലിമിൻ്റെ ജീവിതമായി മാറുക. നമ്മുടെ ആത്മാവിന് ഏറ്റവും സുഖം ലഭിക്കുന്ന, ഏറ്റവും സന്തോഷം ലഭിക്കുന്ന ഒരു നിമിഷമുണ്ടെങ്കിൽ ആ നിമിഷം സൃഷ്ടിച്ചവൻ്റെ മുന്നിൽ അവൻ്റെ പുഞ്ചിരി കണ്ടുകൊണ്ട്, അവൻ്റെ മുന്നിൽ ആ ചൂട് അനുഭവിച്ചുകൊണ്ട്, അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിയുന്ന നിമിഷമാണ്. ആ നിമിഷത്തിലേക്കുള്ളതിനാണ് നമ്മൾ ഈ ജീവിക്കുന്നതെല്ലാം. ആ നിമിഷം നമുക്ക് കിട്ടണമെങ്കിൽ മരിക്കണം. ആ മരണത്തെക്കുറിച്ച് അതുകൊണ്ടാണ് സൂറ ഫജറിൽ പറയുന്നത്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന. വിശ്വാസിയുടെ മരണത്തെക്കുറിച്ച് എന്താ പറയുന്നത്? സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ. നിന്റെ റബ്ബിലേക്ക് നീ തിരിച്ചു പോവുക. റാളിയതൻ മർളിയ, പിന്നെ അങ്ങേയറ്റം തൃപ്തിപ്പെട്ടുകൊണ്ട്. ഫദ്ഖുലി ഫി ഇബാദി, എൻ്റെ അടിയാറുകളുടെ അടുത്തേക്ക് നീ വരിക. ആരൊക്കെയായിരിക്കും അത്? പ്രവാചകനും, ഉമർ റളിയല്ലാഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹ, മറിയം ബീവി, പിന്നെ യൂസുഫ് നബി അലൈഹി സ്വലാം, അവരുടെ അടുത്തേക്ക് എന്ത് ചെയ്യുക? നീ വരിക. ഫദ്ഖുലി ഫി ജന്നതി, ഈ സ്വർഗത്തിലേക്ക് നീ കിടക്കുക. അവസാനമായിട്ട് റൂമിൻ്റെ ഒരു വരിയുണ്ട് മരണത്തെക്കുറിച്ച്. ഈ വരി വിശ്വാസിക്ക് എഴുതാൻ കഴിയുന്ന വരിയാണ്. മരണം കൃത്യമായ ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ ഒരു കവിത എഴുതാൻ കഴിയുള്ളൂ. അദ്ദേഹം പറയുന്നത്, ഞാൻ മരിക്കുന്ന ദിവസം ഞാൻ വിട്ടുപോയി എന്ന് നിങ്ങൾ പറയരുത്. മരണം എന്തല്ല, ഒരു വിട്ടുപോകലല്ല. സൂര്യൻ അസ്തമിക്കുന്നു, ചന്ദ്രൻ അസ്തമിക്കുന്നു, പക്ഷെ അവരൊന്നും എന്നേക്കും എന്ത് ചെയ്യുന്നില്ല, ഇല്ലാതാകുന്നില്ല. മരണം ഒരു കൂടിച്ചേരലാണ്. മനുഷ്യൻ എന്ന വിത്ത് മണ്ണിൻ്റെ അടിയിലേക്ക് പോകുന്നു, എന്നിട്ട് വിസ്മയിക്കുന്ന സൗന്ദര്യവുമായി അത് വീണ്ടും ഉയർന്നു വരുന്നു. നിങ്ങളുടെ വായ ഇവിടെ അടക്കപ്പെടുന്നു, എന്നാൽ അത് അലതല്ലുന്ന ആഹ്ലാദവുമായി അവിടെ തുറക്കുന്നു. എൻ്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ കരയരുത്, ദുഃഖിക്കരുത്. ഞാൻ ഏതെങ്കിലും ഭീകരമായ കുഴിയിലേക്കല്ല പോകുന്നത്, മറിച്ച് ശാശ്വതമായ സ്നേഹത്തിലേക്കാണ് ഞാൻ യാത്രയാവുന്നത്. നിങ്ങൾ എന്നെ ഖബറിൽ കിടത്തി തിരിച്ചു പോകുമ്പോൾ എന്നോട് യാത്ര പറയരുത്. ഓർക്കുക, ഖബർ അതിന് പിന്നിലെ സ്വർഗത്തിൻ്റെ ഒരു തിരശീല മാത്രമാണ്. ഞാൻ ഖബറിലേക്ക് താഴ്ന്നു പോകുന്നത് മാത്രമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഞാൻ ഉയരങ്ങളിലേക്ക് പറന്നുയരും. ഖബർ ഒരു അവസാനവും അസ്തമയവുമായി തോന്നും, പക്ഷെ അതൊരു പുതിയ പുലരിയാണ്. ഖബർ നിങ്ങളെ പൂട്ടിയിടുമ്പോൾ യഥാർത്ഥത്തിൽ ആത്മാവാണ് സ്വതന്ത്രമാകുന്നത്. ഭൂമിയിൽ വീണ, എൻ്റെ അവസാനത്തെ ഒരു ചോദ്യമാണ്, ഭൂമിയിൽ വീണ ഏതെങ്കിലും ഒരു വിത്ത് മുളച്ചു പൊങ്ങാതിരിക്കുന്നത് നിങ്ങൾ കാണാതിരുന്നിട്ടുണ്ടോ എന്നാണ്. ഭൂമിയിലേക്ക് അടിയിലേക്ക് പോയ ഏതെങ്കിലും വിത്ത് മുളച്ചു പൊങ്ങാതിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് നിങ്ങൾ മനുഷ്യ വിത്തിനെ പറ്റി സംശയിക്കുന്നത് എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇതാണ് ഈ ആയത്തിൻ്റെ. എന്നിട്ട് ആയത്ത് അവസാനിപ്പിക്കുന്നത് ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം എന്നാണ്. ഇതൊക്കെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവേണ്ടുന്ന നിലപാട് തസ്ബീഹാണ്. സുബ്ഹാനല്ലാഹ് എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ നിസ്സഹായത അംഗീകരിക്കലും അള്ളാഹിന്റെ പൂർണ്ണത അംഗീകരിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയാം. അപ്പോൾ മരണം നമുക്ക് മനസ്സിലായാൽ നമ്മൾ പറയുന്നത് എന്താണ്? സുബ്ഹാനല്ലാഹ്. നമസ്കാരം ആണ് നമ്മളെ നമ്മുടെ നിസ്സഹായതയും അള്ളാഹിന്റെ പൂർണ്ണതയും മനസ്സിലാക്കി തരുന്നത്. സുജൂദാണ്. സുജൂദിലെല്ലാം സമർപ്പിച്ച് അള്ളാഹിന്റെ മുന്നിൽ നമ്മൾ കിടക്കുമ്പോൾ പറയുന്നത് എന്താണ്? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ. അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവൻ നമ്മുടെ മരണത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യ ബോധം നമുക്ക് അള്ളാഹു ധാരാളമായി നമ്മുടെ ഉള്ളിൽ ഇട്ട് തരുമാറാകട്ടെ. പടച്ചവൻ മരണത്തെ അവൻ പഠിപ്പിച്ചതുപോലെ കാണാനും അതിൻ്റെ പ്രതീക്ഷയിലും ധൈര്യത്തിലുമൊക്കെ അതിനെ നോക്കിക്കാണാനുമുള്ള ഒരു ഈമാൻ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മിൽ നിന്നും മരിച്ചുപോയവർക്ക് ആഖിറത്തിൽ സ്വർഗം അള്ളാഹു കൊടുത്ത് അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.